ഹലോ ഗായ്സ്, നമ്മളിന്ന് വിസിറ്റ് ചെയ്യാൻ പോണത് മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം നടന്ന സ്ഥലമാണ്. ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ മുണ്ടത്തിക്കോട് സ്കൂളിന് പുറകുവശത്തായിട്ടാണ്. അതൊരു പാടത്തിന്റെ നടുവിലായിട്ടായിരുന്നു ആ വെടിക്കെട്ട് പുര ഉണ്ടായിരുന്നത്. അവിടെ പോയി ഒന്ന് നോക്കി വിസിറ്റ് ചെയ്യുക. ഇപ്പൊ കറക്റ്റ് ഇപ്പോൾ ഒരു 1.5 മാസം കഴിഞ്ഞിട്ടുണ്ട് ഈ അപകടം കഴിഞ്ഞിട്ട്. ഇപ്പൊ അവിടുത്തെ സ്ഥിതി എങ്ങനെയാണെന്നൊന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അന്ന് അപകടം നടന്ന സമയത്ത് വേനൽക്കാലമായിരുന്നു. പാടൊക്കെ ഡ്രൈ ആയിരുന്നു. ഇപ്പോൾ കൃഷിക്ക് വേണ്ടിയിട്ട് കുറച്ച് മാറ്റങ്ങളും നെല്ലൊക്കെ നട്ടു തുടങ്ങിയിട്ടുണ്ട്. ആ കാണുന്ന 2.5 ഏക്കറിലായിരുന്നു ആ വെടിക്കെട്ട് പുര ഉണ്ടായിരുന്നത്. ഇപ്പോഴും അവിടുത്തെ മരങ്ങളും വൃക്ഷങ്ങളൊക്കെ കണ്ട കുറച്ച് കരിഞ്ഞിട്ടിരിക്കുന്നത്, അതൊക്കെ അന്ന് ആ തീപിടുത്തത്തിലുണ്ടായതാണ്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം ഉണ്ടായ സ്ഥലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. അവിടുത്തെ മരങ്ങളൊക്കെ കുറച്ച് കരിഞ്ഞിട്ട് തന്നെ ഇരിക്കുന്നത് കാണാം. ഈ തെങ്ങ് കണ്ട, ചെറുതായി മരങ്ങളിലൊക്കെ പച്ചപ്പ് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. മൊത്തം 2.5 മണിക്കൂറായിട്ടായിരുന്നു കത്തണമായിരുന്നു. ഞാൻ ആ സമയത്തൂടെ ഉണ്ടായിരുന്നു. 13 പേരിൽ കൂടുതൽ ആൾക്കാരുടെ മരണത്തിന് കാരണമായ ഒരു വെടിക്കെട്ട് അപകടമായിരുന്നു മുണ്ടത്തിക്കോട്. തൃശ്ശൂർ പൂരത്തിന് സാമ്പിൾ വെടിക്കെട്ടിന് വേണ്ടി വെച്ചിരുന്ന മരുന്നിനായിരുന്നു ഒരു ഉച്ച തിരിഞ്ഞ സമയത്ത് തീ പിടിക്കുകയായിരുന്നു. വൻ പൊട്ടിത്തെറിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ആഡ് ചെയ്യാം. നമുക്ക് അതിൻ്റെ അടുത്ത് പോയി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും അവിടെ പോലീസ് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് പോലീസ് ഉണ്ട് അവിടെ സെക്യൂരിറ്റി ആയിട്ട്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ ദൃശ്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, പുള്ളിക്ക് പ്രവേശനം ഇല്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ്. നമുക്ക് ആ ലോങ് എന്നുള്ള വീഡിയോ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള വീഡിയോ ഒന്നും അടുത്ത് പോയി എടുക്കാൻ പാടില്ല എന്നാണ്. ഓക്കെ ബൈ. അപ്പോൾ ഇനി ആ സെക്യൂരിറ്റി എല്ലാം മാറിയതിന് ഒരു കാരണം ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം.